ക്ഷേമ പെൻഷൻ 1600 രൂപ 62 ലക്ഷം പേർക്ക് ഈ കേരളത്തിൽ പെൻഷൻ കൊടുക്കുകയാണ്. അതൊരു അത്ഭുതമാണ്. നമ്മുടെ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ക്ഷേമ പെൻഷൻ 1600 രൂപ ഇന്നില്ല. ചില സംസ്ഥാനങ്ങളിൽ ക്ഷേമ പെൻഷൻ ഉണ്ട്, അത് പക്ഷേ 200 രൂപയൊക്കെയാണ്. അത് 1 ലക്ഷം പേർക്കോ 1 ലക്ഷം പേർക്കോ അങ്ങനെയൊക്കെയാണ്. എന്നാൽ കേരളത്തിൽ 1600 രൂപ 62 ലക്ഷത്തോളം മനുഷ്യർക്ക് നമ്മൾ വിതരണം ചെയ്യും. ഇതൊരു 2500 വർദ്ധിപ്പിക്കണമെന്നാണ് LDF ഗവൺമെന്റിന്റെ ആഗ്രഹം. അതിനേക തടസ്സം കേന്ദ്രം ഭരിക്കുന്ന മോദി ഗവൺമെന്റും അവരുടെ കേരളത്തോടുള്ള പകയുമാണ്. കേരളത്തിനെതിരായി കേന്ദ്ര ഗവൺമെന്റ് ഒരു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പൂർവ്വവിമാനങ്ങളും പടക്കോപ്പുകളുമെല്ലാം ഉപയോഗിച്ചുള്ള സാമ്പ്രദായികമായ യുദ്ധമല്ല, ഒരു പുതിയ യുദ്ധമാണ്. സാമ്പത്തിക യുദ്ധം, ഒരു സാമ്പത്തിക ഉപരോധം. കേരളത്തിന് കേന്ദ്ര വിഹിതം വെട്ടിക്കുറയ്ക്കുക, ബജറ്റ് വിഹിതം വെട്ടിക്കുറയ്ക്കുക, വിവിധ ഗ്രാന്റുകൾ തടഞ്ഞുവെക്കുക, കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതം വെട്ടിച്ചുരുക്കുക. ഇതിനെല്ലാം പുറമെ ഭരണഘടനാപരമായ സംസ്ഥാനത്തിന്റെ അവകാശമായ കടമെടുക്കാനുള്ള അവകാശം അത് തടയുന്നു നിയമവിരുദ്ധമായി. നമ്മളെ സാമ്പത്തികമായി ഞെരിച്ചു കൊല്ലാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി യുദ്ധം ചെയ്യേണ്ടി വന്നു. അതിൽ ആദ്യഘട്ടത്തിൽ നാം ജയിച്ചു. അങ്ങനെയൊക്കെയാണ് കേരളം പിടിച്ചു നിൽക്കുന്നത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പറഞ്ഞു വരുന്നത്, കേരളത്തെ രാഷ്ട്രീയമായ പക കൊണ്ട് ശ്വാസം മുട്ടിച്ചു കൊല്ലാനുള്ള മനുഷ്യത്വരഹിതമായ നീചമായ കേന്ദ്ര സർക്കാരിന്റെ ഈ സാമ്പത്തിക ഉപരോധത്തെയും നേരിട്ടുകൊണ്ടാണ് നാം ഈ പറഞ്ഞ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പെൻഷനുമെല്ലാം കൊടുക്കുന്നത്. വീടില്ലാത്തവർക്കെല്ലാം വീട് നിർമ്മിച്ചു നൽകുന്ന ലൈഫ് 4 ലക്ഷത്തോളം വീടുകൾ ഇതിനോടകം നിർമ്മാണം പൂർത്തിയാക്കി നൽകി. ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തിയാകുമ്പോഴേക്ക് അടുത്തൊരു കൊല്ലം കൂടിയാവുമ്പോഴേക്ക് 5 ലക്ഷം ഭവനരഹിതരായ മനുഷ്യർക്ക് സ്വന്തമായി വീട് നിർമ്മിച്ച് കൈമാറാൻ കഴിയും എന്നതാണ് നില. ഇതൊക്കെ ഒരു ലോക റെക്കോർഡാണ്. നമ്മുടെ സ്കൂളുകളിൽ വന്ന മാറ്റം, എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് മുറികളായി മാറി. സാധാരണ കുടുംബത്തിലെ ഒരു കുട്ടി ഒരു സർക്കാർ സ്കൂളിൽ ചേർന്നാൽ ആ കുട്ടി പഠിക്കുന്ന ക്ലാസ് മുറി ഏത് സ്വകാര്യ സ്കൂളിനോടും മത്സരിക്കാൻ കഴിയുന്ന സൗകര്യങ്ങളുള്ള, കമ്പ്യൂട്ടറുള്ള, ഡിജിറ്റൽ സ്ക്രീനുള്ള, പ്രൊജക്ടറുള്ള, എല്ലാ ആധുനിക ഉപകരണ സംവിധാനങ്ങളുമുള്ള, അതിന്റെ അകമ്പടിയോടെ പഠിക്കാൻ കഴിയുന്ന ഒരവസരം ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ്. ആശുപത്രികളുടെ നവീകരണം, താലൂക്ക് ആശുപത്രികളിൽ പോലും ഡയാലിസിസ് സെന്ററുകൾ ആരംഭിക്കാൻ കഴിയുന്ന നിലയിലേക്ക് കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് വലിയ മാറ്റം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞ ഒരു കാലമാണ്. ഇതുകൊണ്ടെല്ലാമാണ് കേരളത്തിന്റെ ചരിത്രത്തിലെ സുവർണകാലം എന്ന് ഏതെങ്കിലും കാലത്തെ വിശേഷിപ്പിക്കാമെങ്കിൽ അത് 2016 മുതലുള്ള കാലമാണ് എന്ന് ഏവരും തലകുലുക്കി സമ്മതിക്കുന്ന ഒരു നിലയിലേക്ക് ഇപ്പൊ കേരളം എത്തിച്ചേർന്നത്. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വലിയ ശുഭാപ്തി വിശ്വാസം, വലിയ പ്രതീക്ഷ വളർത്തിയിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഇന്ന് വളരെ ശക്തമായി ദൃഢമായി വളർന്നു വന്നിട്ടുള്ള ഒരു ബോധ്യം, എന്തൊക്കെ പറഞ്ഞാലും കേരളം ഭരിക്കാൻ ഏറ്റവും നല്ലത് LDF ആണ് എന്ന ബോധ്യം കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമായും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് 2026 ഒരു തുടർച്ച ഉണ്ടാക്കുന്നതിലേക്ക് നയിക്കും എന്ന കാര്യത്തിൽ സംശയവുമില്ല. ആ ഗവൺമെന്റിന്റെയും പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം നൽകാൻ ഉപകരിക്കുന്ന നവകേരളം എന്ന മുദ്രാവാക്യത്തെ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ഈ തുടർച്ചയായി വരുന്ന 3ാം ഗവൺമെന്റിന്റെ രൂപഭാവങ്ങൾക്ക് വ്യക്തത നൽകുന്നതിനു കൂടി സഹായകരമാകും വിധമാണ് ഈ സംസ്ഥാന സമ്മേളനത്തിൽ നവകേരളത്തിന്റെ രൂപരേഖ ചർച്ച ചെയ്യുന്നുണ്ട്. അത് ആധുനിക കേരളത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ നിർണായകമായി മാറാൻ പോകുന്ന ഗൗരവതരമാർന്ന ഒരു സമീപന രേഖയായിരിക്കും. ആ പ്രാധാന്യവും ഈ സംസ്ഥാന സമ്മേളനത്തിനുണ്ട് എന്ന് ഇവിടെ സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഏറെ സമയമെടുത്ത് വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പാർട്ടി ഈ നാട്ടിലെ എല്ലാ സാധാരണക്കാരുടെയും പ്രതീക്ഷയാണ്. കേരളത്തെ ഇவ்விധം അന്തസ്സായി ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി രൂപപ്പെടുത്തിയെടുത്തത് നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിലാണ്. മലയാളിക്ക് സ്വന്തമായി ഒരിടം ഉണ്ടാക്കി കൊടുത്തു. ലക്ഷക്കണക്കിന് മനുഷ്യർ കുടിയാന്മാരായിരുന്നവർ, മരിച്ചു കഴിഞ്ഞാൽ മൃതശരീരം മറവ് ചെയ്യാൻ 6 അടി മണ്ണ് പോലും സ്വന്തമായിട്ടില്ലാതിരുന്ന ലക്ഷക്കണക്കിന് നിസ്വരായ ജനങ്ങൾ, നമ്മുടെ മുൻഗാമികൾ, അവർക്ക്
സ്വന്തമായി ഒരു തുണ്ട് ഭൂമി കിട്ടിയത് 1987 EMS ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച നടപടികളുടെ ഭാഗമായാണ്. മലയാളിയെ അക്ഷരം പഠിപ്പിച്ചത് 87 ഗവൺമെന്റാണ്. സമ്പൂർണ്ണ സാക്ഷരതയിലേക്ക് നയിച്ചത്. ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ അധികാരത്തിൽ വന്ന ഇടതുമുന്നണി ഗവൺമെന്റുകളുടെ പരിശ്രമത്തിന്റെ ഫലമായാണ് ഇന്ന് കാണുന്ന കേരളം രൂപപ്പെട്ടു വന്നത്. ഇതിനെ ഇനിയും ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള കർമ്മപരിപാടികളുമായാണ് നമ്മുടെ പാർട്ടി മുൻപോട്ട് പോകുന്നത്. തീർച്ചയായും അതിന് ഈ നാടിന്റെ ആകെ പിന്തുണ ആവശ്യമായിട്ടുണ്ട്. ഇവിടെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിന് ശേഷവും CPIM നമ്മുടെ നാടിന്റെ നാളെയെ കരുതി നേതൃത്വം കൊടുക്കുന്ന സമരങ്ങളിലും പ്രചരണ പരിപാടികളിലും മറ്റ് ജനകീയ പദ്ധതികളിലുമെല്ലാം നിങ്ങൾ വർദ്ധിത വീര്യത്തോടെ പങ്കെടുത്ത് നമുക്ക് എല്ലാവർക്കും കൈകോർത്ത് പിടിച്ച് ഒരു നവകേരളം കെട്ടിപ്പടുക്കാം. അതിനുവേണ്ടി നമുക്ക് രംഗത്തിറങ്ങാം എന്ന് മാത്രമാണ്. കൂടുതൽ മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ കടന്നുപോകുന്നില്ല. ഇവിടെ ഈ പതാക ജാഥയ്ക്ക് കുളപ്പുള്ളിയിൽ നിങ്ങൾ നൽകിയ സ്നേഹനിർഭരമായ സ്വീകരണത്തിന് ഹൃദയപൂർവ്വം ജാഥാ മാനേജരും ജാഥാംഗം അനുശ്രീയും എല്ലാം ഇവിടെ വേദിയിലുണ്ട്. അവരുടെ എല്ലാം പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. വീണ്ടും കാണാം. അഭിവാദനം.